സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയമാകാമോ? പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്നതാണ് ചട്ടം. പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ പ്രധാന പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ തുടർച്ചയായി നടത്തുന്ന പുകഴ്ത്തലുകളാണ് ഇപ്പോൾ ചർച്ച. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പോകുന്ന കെ രാഗേഷാണ് വിഴിഞ്ഞം സീപോർട്ട് മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരുടെ പുകഴ്ത്തലിന് വിധേയനായത്. കർണന് പോലും അസൂയ തോന്നും വിധം ഈ KKR കവചം എന്ന തലക്കെട്ടോടെയായിരുന്നു ഇൻസ്റ്റാഗ്രാം കുറിപ്പ്. ഇതിന് പിന്നാലെ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ നിന്നടക്കം രൂക്ഷ വിമർശനമാണ് ദിവ്യക്കെതിരെ ഉയർന്നത്. ദിവ്യ എസ് അയ്യർക്കെതിരെ പരസ്യ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ ദിവ്യക്കെതിരെ ഉണ്ടായ കേവലം സോഷ്യൽ മീഡിയ വിമർശനത്തിൽ മാത്രം ഒതുങ്ങി അദ്ദേഹത്തിൻ്റെ മറുപടി. ആ വാക്കുകളിലേക്ക് അല്പം മുമ്പാണ് അദ്ദേഹം സംസാരിച്ചത്. അതല്ലൊരു അങ്ങേയറ്റത്തെ അപക്വമായ മനസ്സുകളുടെ ജൽപ്പനങ്ങളായിട്ട് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. ഈ ദിവ്യ അയ്യർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥ സർക്കാർ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ. അവർ സാധാരണഗതിയിൽ അവർക്ക് തോന്നിയൊരു കാര്യം പരസ്യമായി പ്രതികരിക്കുന്നു. പക്ഷേ ഇവരൊക്കെ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ അങ്ങേയറ്റത്തെ വശം വരുന്നത്. അവരുടെ ഭർത്താവിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് അവർ കാണുന്നത്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ലല്ലോ എന്നാണ് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ടൊരു ചിന്ത വരുന്നത്. ആ ചിന്തയുടെ ഭാഗമായിട്ടാണ് അവരെ വല്ലാതെ ആക്ഷേപിക്കാൻ തയ്യാറായത്. അവർക്ക് തോന്നിയൊരു കാര്യം നിഷ്കളങ്കമായി അവർ പറയുന്നു എന്ന് ഒരു നിലയെടുക്കുക എന്നല്ലാതെ അതിൻ്റെ മേലെ വല്ലാതെ ഓടിക്കയറേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു നിർത്താൽ പോരെ. അതിനെന്തിനാണ് അവർ ഇങ്ങനെ ചാടിക്കളിക്കേണ്ട കാര്യം? ഈ വശമാണ് കാണുന്നത്. ഈ ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നില അവരെടുക്കുന്നു. ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ നിലയല്ല, അവരുദ്യോഗസ്ഥയാണ്. ആ ഉദ്യോഗസ്ഥ എന്ന നിലക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്കുള്ള അഭിപ്രായം അവർ പറയുന്നു എന്ന് കണ്ടാൽ മതി. ദിവ്യയുടെ അഭിപ്രായം അവരുടെ സ്വാതന്ത്ര്യമാണോ? ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ രാഷ്ട്രീയം പിന്തുടരണമെന്നതിൽ ഔചിത്യമുണ്ടോ? ഒരു IAS ഉദ്യോഗസ്ഥ ഇങ്ങനെയൊക്കെ പറയാമോ? പുകഴ്ത്തലിനു പകരം വിമർശനമായിരുന്നുവെങ്കിൽ എങ്ങനെ CPM സർക്കാരും പ്രതികരിച്ചേനെ? ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ വിജിൽ മോഹൻ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം ചർച്ചയുടെ ഭാഗമാകുന്നു. KM ഷാജഹാൻ സാമൂഹ്യ നിരീക്ഷകൻ, അദ്ദേഹം ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. MK ഹരിദാസ് പൊതുപ്രവർത്തകരുണ്ട്. B റജി കോൺഗ്രസ് നിരീക്ഷകൻ, ഒപ്പം ശ്രീ M ജയചന്ദ്രൻ ഇടത് നിരീക്ഷകൻ. ശ്രീ KM ഷാജഹാൻ, ഇപ്പോൾ കേട്ട വാക്കുകൾ അത് ഏറ്റവും ഒരു 10-15 മിനിറ്റ് മുമ്പ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചതാണ്. നിഷ്കളങ്കമായി ഒരു IAS ഉദ്യോഗസ്ഥ പറഞ്ഞ വാക്കുകളാണ്. അവരുടെ രാഷ്ട്രീയം എങ്ങനെ അവരുടെ കുടുംബത്തിന് രാഷ്ട്രീയമാകണം എന്നതിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിഷ്കർഷിക്കുന്നത്? അവർക്ക് തോന്നിയ കാര്യം അവർക്ക് പറഞ്ഞു. അതങ്ങനെ കണ്ടാൽ മതിയോ ഈ ദിവ്യയുടെ പരാമർശത്തെ? രഞ്ജിത്ത്, എനിക്ക് ഇതിനകത്ത് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞൊന്നും നമ്മളത്ര കാര്യമായിട്ട് എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അടിമുടി അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന, ഒരുപക്ഷെ നാളെയോ നാളെ കഴിഞ്ഞോ ഈ പറഞ്ഞ പോലെ EDയുടെയൊക്കെ ചോദ്യം ചെയ്യലിനോ ഒക്കെ വിധേയനാകാൻ കഴിയുന്ന ഒരു ചെളിക്കുണ്ടിൽ കിടക്കുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മളത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല പിണറായി വിജയൻ ആയതുകൊണ്ട്. പിന്നെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പറയാനാണെങ്കിൽ പുരുഷാധിപത്യം ആണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ, പുരുഷാധിപത്യം ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ നടമാടുന്നത് CPM എന്ന് പറഞ്ഞ പാർട്ടിക്കകത്തല്ലേ? CPMനകത്ത് എവിടെയാണ് സ്ത്രീകളുള്ളത്? അവരുടെ 17 അംഗ സംസ്ഥാന സെക്രട്ടറിയിൽ ഒരു സ്ത്രീയല്ലേ ഉള്ളൂ? 100 കണക്കിന് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉള്ളതിൽ 3 സ്ത്രീകൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പുരുഷാധിപത്യത്തിൻ്റെ കാര്യം മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറയുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നടമാടുന്നത് CPM എന്ന് പറഞ്ഞ പാർട്ടിക്കകത്താണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അത്രയും വിലയെ പിണറായി വിജയൻ പറഞ്ഞതിൽ കൊടുക്കുന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചെളിക്കുണ്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ജൽപ്പനങ്ങളായിട്ട് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. പക്ഷേ ഒരു IAS കാര്യമായിട്ടുള്ളൊരു വനിത നടത്തിയിട്ടുള്ള പരാമർശം എത്ര തരംതാണ ഒരു വനിതയാണ് അവരെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത്? ഏറ്റവും വലിയ ഉദാഹരണം. അവർ ശരിക്ക് IASൻ്റെ ക്രെഡിബിലിറ്റി അല്ലേ മൊത്തമായി കളഞ്ഞു കുളിച്ചത്? IAS എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിവിൽ സർവീസ്, അതിൻ്റെ ക്രെഡിബിലിറ്റി അല്ലേ അവർ കളഞ്ഞു കുളിച്ചത്? അവരിതിനു മുമ്പ് പിണറായി വിജയനെ അങ്ങ് വാനോളം പുകഴ്ത്തി, ഓർമ്മയില്ല നമുക്ക്? എന്താണ് വിഴിഞ്ഞം പദ്ധതി, പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ വളരെ ഈ പറഞ്ഞ പോലെ ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റും ഒരു അഴിമതി വിരുദ്ധനും ഒക്കെ ആയിട്ടുള്ളൊരു മനുഷ്യനാണല്ലോ. അപ്പോൾ പുകഴ്ത്തിയത് കൊണ്ട് കുഴപ്പമില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞത് ഭരണഘടനാ സ്ഥാപനമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പാവപ്പെട്ട കെ രാധാകൃഷ്ണൻ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി MP സ്ഥാനത്തേക്ക് പോയപ്പോൾ രാധാകൃഷ്ണനെ ആശ്ലേഷിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഈ മഹതി ഇട്ടു. അത് യഥാർത്ഥത്തിൽ 3-4 മാസം മുമ്പ് എടുത്തു വെച്ചിരുന്നായിരുന്നാണ് പറഞ്ഞത്. അത് ചോദിച്ചപ്പോഴും എന്താ പറഞ്ഞത്? പറഞ്ഞത് അതൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്ന് വേറൊരിടത്തേക്ക് പോയപ്പോൾ അത് ചെയ്തു എന്ന് പറഞ്ഞു. ശരി, അത് അംഗീകരിച്ചു. പക്ഷേ ഈ കെ രാഗേഷിനെ ന്യായീകരിക്കുന്നതിൻ്റെ യുക്തി എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം,
ഈ സ്ത്രീയോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ കെ രാഗേഷിൻ്റെ എന്താണ് കർണൻ്റെ കവചകുണ്ടലം പോലെയുള്ള സുരക്ഷ എന്നാണല്ലോ ഇവർ പറഞ്ഞത്. ഇവർക്ക് എന്താണ് കെ രാഗേഷുമായിട്ട് കാര്യം? എനിക്ക് മനസ്സിലാവുന്നില്ല. അവരൊരു പോർട്ടിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടിരിക്കുന്ന ഒരു സ്ത്രീയല്ലേ അവർക്ക് എന്താണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള എന്താണ് ഇടപാട് അവരുടെ? ഇത് ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നത് പിന്നെ പണ്ടിരുന്ന ഒരു പി ശശിയുണ്ട്. ആ പി ശശി ഇരുന്നപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങളാണ്. ഉന്നതരായിട്ടുള്ള പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള വനിതകളും ശശിയായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അന്ന് വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവർക്കിത് എന്ത് സുരക്ഷയാണ് പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവരൊരു സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ, അവർക്കെന്താണ് ഈ രാഗേഷുമായിട്ടുള്ള ബന്ധം, ഇടപാട് എന്താണ്? നാളെ പുറത്തു വരുമായിരിക്കും. ഞാൻ അതിനകത്തേക്ക് കൂടുതൽ പോകുന്നില്ല. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇയാളെന്തോ വലിയവനാണെന്നാണ്. ആരാണ് ഈ രാഗേഷ്? സ്വന്തം ഭാര്യയെ പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അനധികൃത നിയമനം പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിച്ച ആളല്ലേ രാഗേഷ്. ഈ രാഗേഷിൻ്റെ കാര്യക്ഷമതയെക്കുറിച്ച് പറയാനാണെങ്കിൽ കെ സുധാകരൻ എന്ന് പറയുന്ന പിന്നെ അസുഖബാധിതനായിട്ടുള്ളൊരു മനുഷ്യൻ പോലും 1,00,000 വോട്ടിന് തോൽപ്പിച്ചവനാണ് ഈ രാഗേഷ്. അയാളുടെ കഴിവിനെ ഇങ്ങനെ പൂഴ്ത്തി പറയുക എന്ന് പറയുന്നതിനകത്തുള്ള അസംബന്ധം അങ്ങേയറ്റം. അവരെന്താ ചെയ്തിരിക്കുന്നത്? അവർ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് ഒരു പാർട്ടി സ്ഥാനത്തേക്ക് പോയ ഒരാളെയാണ് ന്യായീകരിക്കുന്നത്. അതെങ്ങനെയാണ് ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് കഴിയുക? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ ഒരു വനിതയ്ക്ക് എത്രത്തോളം താന്ന് ചെളിക്കുണ്ടിലേക്ക് പോകാൻ കഴിയുമോ അത് ആണ് ഇവർ തെളിയിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ 2018 1 കോടി രൂപയുടെ പൊതുസ്ഥലമാണ് അവർ ഒരു സ്വകാര്യ വ്യക്തിക്ക് എഴുതി കൊടുത്തത്. 2018 എന്താ അയിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ പണിയാൻ വേണ്ടിയിട്ട് സർക്കാർ വെച്ചിരുന്ന സ്ഥലം പിന്നെ ഏതോ ഒരു സ്വകാര്യ വ്യക്തിക്ക് എഴുതി കൊടുത്ത വനിതയാണ് ഇവർ. ആ കേസ് സെറ്റിൽ ചെയ്തു. ആ കേസ് സെറ്റിൽ ചെയ്തതിനെ തുടർന്ന് ഇവർ CPM-ൻ്റെ ആളായിട്ട് മാറി. ശരി, അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെയും കെ രാധാകൃഷ്ണനെയും കെ രാഗേഷിനെയും ഒക്കെ ഇപ്പം അവരത് പറയുന്നുണ്ട്. കാരണം അവർക്ക് ഉന്നത പോസ്റ്റുകൾ കിട്ടിയത്, അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥലമാറ്റം കിട്ടുന്നത്, നല്ല പൊസിഷനിൽ ഇരുത്തുന്നതൊക്കെ CPM-ന്റെ ഭരണകാലത്താണ്. ശ്രീ വിജിൽ മോഹൻ, ഇവിടെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം പുരുഷാധിപത്യത്തിന്റെ ഒരു സൂചനയാണ്. കാരണം ഒരു സ്ത്രീക്ക്, ഒരു വനിതയ്ക്ക് അവർക്ക് എന്തഭിപ്രായവും തുറന്നു പറയാം. അവർക്ക് തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിപ്പോൾ സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടാണെങ്കിൽ അതിലെന്താണ് പ്രശ്നം? തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരാൾ ചെയ്ത നല്ല കാര്യങ്ങൾ അവർക്ക് തോന്നിയ, അതായത് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ പുകഴ്ത്തി പറയുന്നതിനെ അതിനെ അവരുടെ രാഷ്ട്രീയം അല്ലെ അവരുടെ കുടുംബത്തിന്റെ രാഷ്ട്രീയവുമായി എന്തിന് ചേർത്ത് കെട്ടണമെന്ന ചോദ്യമാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ചോദിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൽ എന്താണ് കാര്യമെന്നാണ് ചോദിക്കുന്നത്. വിജിൽ, കേൾക്കാം, പറഞ്ഞോളൂ. ഇതിനകത്ത് ദിവ്യ എസ് നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഒരു സാധാരണ വ്യക്തിയാണ് പറഞ്ഞത് എങ്കിൽ നമുക്ക് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള പരിഭവമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇടപെടലോ ഞങ്ങൾ ഇതിനകത്ത് നടത്താൻ പോലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവര് ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അവരുടെ അധികാരം IAS പരീക്ഷ പാസ്സായി ഈ ചുമതല ഏറ്റെടുക്കുമ്പോ അവർ പറഞ്ഞിരിക്കുന്ന സത്യപ്രസ്താവനകളുടെ മുഴുവനായിട്ടുള്ള ലംഘനമാണ് ആ ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അവർ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. ഇപ്പോ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന വ്യക്തി ഇൻഡിവിജ്വലി അവർ എന്ത് നടത്തിയാലും നമുക്കതൊരു വിഷയമല്ല. പക്ഷെ അവര് ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ഒരാളെ നിയമിക്കപ്പെടുമ്പോ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സിനിമാ ഗാനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടോട് കൂടി അദ്ദേഹത്തെ കർണനോടും കൃഷ്ണനോടും ഒക്കെ ഉപമിച്ചുകൊണ്ട് അദ്ദേഹം തീർക്കുന്ന കവചകുണ്ടലങ്ങളെ കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കുന്ന ആരാണ്? ഈ സർക്കാരിന്റെ, ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ച് ശമ്പളം പറ്റുന്ന ഒരു IAS ഉദ്യോഗസ്ഥയാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു അഭിനന്ദനം ഒരു പാർട്ടി നേതാവിന് നൽകുന്നത്. അവര് മുമ്പ് നടത്തിയ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള പോസ്റ്റിലേക്ക് മാത്രമായി അവർ അഭിനന്ദനം കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ കൃത്യമായി പാർട്ടി സെക്രട്ടറിയായി ചുമതല ഏറ്റെടുക്കുന്ന ആ നിമിഷം തന്നെ ഈ ഒരു പാട്ട്, അതായത് ആ പാർട്ടിയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു സിനിമാ ഗാനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടോട് കൂടി അത്തരത്തിലൊരു പോസ്റ്റ് രേഖപ്പെടുത്തേണ്ട ആവശ്യം എന്താണ് അവർക്ക്? അവർ സർക്കാരിനെ പ്രശംസിച്ചോട്ടെ. അവർ ഇതിനു മുമ്പ് സർക്കാരിന് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. പിണറായി വിജയനും വേണ്ടി അവർ ഒരുപാട് വാഴ്ത്തുപാട്ടുകൾ നടത്തിയിട്ടുണ്ട്. അവർ വസ്തുതാവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഈ സർക്കാരിനെ വാഴ്ത്തുപാടിയിട്ടുണ്ട്. വാസ്തവവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവര്
ഈ സർക്കാരിനെ പാടിയിട്ടുണ്ട്. അന്നൊന്നും ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ ഇവര് സ്വാഗത പ്രസംഗത്തില് ഇവര് സംസാരിക്കുമ്പോ ആ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ന് കേരളത്തിലെ ഏതൊരു കുഞ്ഞിനും നമുക്ക് അക്ഷരം തെറ്റാതെ പറയാൻ സാധിക്കും അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു എന്ന്. അദ്ദേഹത്തിന്റെ പേര് അവരൊരു സ്ഥലത്തും പ്രശംസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ അവഹേളിക്കുന്ന തരത്തിൽ ഒരാളെ പുകഴ്ത്തി കാണുമ്പോൾ മറ്റൊരാളെ ഇഴ്ത്തിക്കാട്ടാൻ കൂടി അവർ ശ്രമിക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ കാലം കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് എന്ത് തരത്തിലുള്ള പ്രീതിപ്പെടുത്തലുകളാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അവരങ്ങനെ പറഞ്ഞത്. അന്ന് പറഞ്ഞ സമയത്തും യൂത്ത് കോൺഗ്രസ് യാതൊരുവിധ പ്രതികരണവുമായി വന്നിട്ടില്ല. കാരണം അവർ ഔദ്യോഗികപരമായി അവരുടെ അറിവ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു. പക്ഷെ ഇന്നലെ നടന്ന കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം തികച്ചും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് അവർ കടന്നു വരുമ്പോ, കണ്ണൂർ ജില്ലാ കളക്ടറായാണ് കെ രാഗേഷിനെ പോസ്റ്റ് ചെയ്തതെങ്കിൽ ഞങ്ങൾ അതിനകത്ത് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. കെ രാഗേഷിനെ അവർക്ക് ആവശ്യമായ രീതിയിൽ അവർക്ക് പ്രശംസിക്കാമായിരുന്നു. പക്ഷെ പാർട്ടി സെക്രട്ടറിയായി ഒരാളെ പോസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ വാദോരാതെ പുകഴ്ത്തുന്ന തരത്തിൽ കർണനോടും കൃഷ്ണനോടും ഒക്കെ ഉപമിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വിശേഷണം അല്ല അഭിനന്ദനത്തിന്റെ ഒരു പോസ്റ്റ് ഒരു IAS ഉദ്യോഗസ്ഥ പോസ്റ്റ് ചെയ്താൽ അത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവർ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുമ്പോ അങ്ങനെ ഒരു പോസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയോ നടത്താൻ പാടില്ല. തീർച്ചയായും അതാണ് പ്രശ്നം. കാരണം അവർക്ക് അവരുടെ രാഷ്ട്രീയം ഇപ്പോൾ ഇത് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ പറയുന്നത് അവർക്കെതിരെ ഉണ്ടാകുന്ന വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ, സൈബർ ബുള്ളിയിങ്ങുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊരു കാര്യത്തിലും അവർ കൃത്യമായി മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, ശ്രീ ജയചന്ദ്രൻ, അതായത് ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി പോകുന്ന ആളെ പുകഴ്ത്താൻ എന്താണ്, അങ്ങനെ ആകാമോ? കാരണം നമുക്കറിയാം കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒക്കെ ഉള്ള സംവിധാനമാണ്, പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിരിക്കണമെന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. കേവലം അത് പുരുഷാധിപത്യമെന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൻ്റെ ചുവയൊന്നും ഒക്കെ ചേർത്ത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു പോവുകയാണ്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, മറിച്ച് ഈ പാർട്ടിയെയോ സർക്കാരിനെയോ വിമർശിക്കുന്ന ഒരു IAS IPS ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ ഇതായിരിക്കുമോ മുഖ്യമന്ത്രിയുടെ മറുപടി? അല്ല, മുഖ്യമന്ത്രിയുടെ മറുപടിയെ സംബന്ധിച്ചല്ല നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ദിവ്യ സയ്യരെ രാകേഷിനെ പറ്റി പറഞ്ഞതല്ലേ. അല്ല, മുഖ്യമന്ത്രി പറയാനുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ സംബന്ധിച്ച് ഞാനല്ലോ അഭിപ്രായം പറയേണ്ടത് രഞ്ജിത്തെ. അത് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. ആ നിലപാടിനെ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. വിയോജിച്ച് തന്നെ ഇപ്പോ ശ്രീ KM ഷാജഹാൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ ചർച്ചയിൽ തന്നെ. അപ്പൊ ഓരോരുത്തരും വ്യക്തി സ്വാതന്ത്ര്യമാണല്ലോ, അത് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാം. മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നിലപാടാണ്. ഇവിടെ ഞാൻ കാണുന്നത്, ഈ കേസിൽ കാണുന്നത്, ഈ ദിവ്യ സയ്യർ KK രാഗേഷിനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ പുതിയ സ്ഥാനലബ്ധിയെ സംബന്ധിച്ചോ പുതിയ സ്ഥാനത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും ആശംസ അർപ്പിച്ചുകൊണ്ടോ അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയോ എഴുതുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് പകരം ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല, പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് പൊളിറ്റിക്കലാണ് പോസ്റ്റ് എങ്കിലും അതൊരു പദവിയാണ്, ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കഴിഞ്ഞ 3 വർഷക്കാലം KK രാഗേഷുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനിടയായ സാഹചര്യങ്ങൾ, അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് തനിക്ക് തോന്നിയ അഭിപ്രായം അതാണ് അവർ പറയുന്നത്. എന്നിട്ട് തന്നെ അവർ പറയുന്നുണ്ട്, താങ്ക് യു ഫോർ ആൾവേസ് കൺസിഡറിങ് us with utmost respect, an art that is getting endangered in power corridors across the globe എന്ന് തന്നെയാണ് അവർ പറയുന്നത് ആ പോസ്റ്റിൽ. അതവർ പറയുന്നുണ്ട്. അത് അല്ലാതെ KK രാഗേഷ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതൃസ്ഥാനത്തേക്കോ പോകുന്നതിനെ സംബന്ധിച്ച് അവർ അഭിപ്രായം പറയുന്നില്ല. ഞാൻ അങ്ങനെയാണ് ആ പോസ്റ്റിൽ വായിച്ച് മനസ്സിലാക്കിയത്. എന്റെ ബോധ്യവും അതാണ്. അപ്പൊ ഇനി അവര് പറഞ്ഞത് ശരിയാണെന്നോ തെറ്റാണെന്നോ ആർക്കും പറയാൻ അവകാശമുണ്ട്. ആർക്കാണ് പറഞ്ഞുകൂടാത്തത്? അത് തെറ്റാണ് എന്ന് വാദിക്കാനുള്ള എല്ലാ അവകാശവും എല്ലാവർക്കും ഉണ്ട്. അത് ശരിയാണെന്ന് വാദിക്കാനുള്ള അവകാശവും എല്ലാവർക്കും ഉണ്ട്. ഞാനത് തെറ്റാണെന്നോ ശരിയാണെന്നോ വാദിക്കുന്ന ആളല്ല. അവർക്കത് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ള കാര്യത്തിലുള്ളത്. പിന്നെ 2014 അവര് സബ് കളക്ടറായിട്ട് ആദ്യം കോട്ടയത്ത് വരുന്നത്. പിന്നീട് പല തസ്തികകൾ വഹിച്ച് ഇപ്പോ വേറെ പ്രധാനപ്പെട്ട ചുമതലകൾ പലതും വഹിക്കുന്നുണ്ട്. സുപ്രധാനപ്പെട്ട ചുമതലകൾ തന്നെയാണ് അവർക്ക് LDF സർക്കാർ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ 2 വർഷത്തിന് ശേഷം പിന്നീട് പിണറായി വിജയനാണല്ലോ മുഖ്യമന്ത്രി. കോൺഗ്രസ് നേതാവായ G കാർത്തികേയന്റെ മരുമകളാണെന്നോ GKയുടെ മകനായ ശബരിനാഥന്റെ ഭാര്യയാണ് എന്നുള്ള ഒരു രാഷ്ട്രീയ പരിഗണനയോ വ്യത്യാസമോ വിവേചനമോ കൂടാതെ തന്നെ അവരുടെ കഴിവിനൊത്ത തസ്തികകളെല്ലാം ഗവൺമെന്റ് മാറി മാറി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രതിഫലമാണ് അല്ലെങ്കിൽ അതിനുള്ള അവരുടെ നന്ദിയാണ് ഇത്തരം പുകഴ്ത്തലുകളിലൂടെ അവർ തുടർച്ചയായി നടത്തുന്നത്.
അതെ എന്ന് പറയുന്നുണ്ടല്ലോ. എന്നിപ്പോ ഈ ചർച്ചയിൽ തന്നെ അഭിപ്രായങ്ങൾ അല്ല അപ്പോൾ സാർ അവിടെ പ്രശ്നം വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ കാണുന്നില്ലെന്നാണ്. നമുക്കറിയാം കളക്ടർ ബ്രോ എന്ന് നമ്മൾ വിളിച്ചിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥരുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് അവർക്ക് തനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറയുന്നു, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പോൾ ഈ കളക്ടർ ബ്രോയ്ക്കും ആ സ്വാതന്ത്ര്യം കൊടുക്കണമല്ലോ. ഈ ചീഫ് സെക്രട്ടറിയെ കണ്ട് ഇന്ന് ആവലാതികൾ ബോധിപ്പിക്കാനായി ഇന്ന് അദ്ദേഹം പോവുകയാണ്. കാരണം സ്വന്തം അഭിപ്രായം പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നതാണ്. അതായത് സർക്കാരിനെ പുകഴ്ത്തുന്ന, CPM-നെ പുകഴ്ത്തുന്ന, അതുമായി ബന്ധപ്പെട്ട വാചക കസരത്ത് നടത്തുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട പദവി. അവിടെയാണ് പാദസേവകർക്ക് നല്ല കാലം എന്ന ഒരു വ്യാഖ്യാനം അത്തരത്തിൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നത്. അതെന്തിനാണ് പ്രശാന്തിന്റെ വിഷയവും ഇതുമായിട്ട് കൂട്ടിക്കെട്ടുന്ന രഞ്ജിത്ത്? എന്ത് കമ്പാരിസൺ ആണ് അതിനുള്ളത്? പ്രശാന്ത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് വീട്ടിലിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ മനസ്സിലായ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് വീട്ടിലിരിക്കുന്നത്. അത് താങ്കളുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം അതല്ല. നിശ്ചയമായ എന്റെ അഭിപ്രായം അതല്ല. പ്രശാന്ത് പറഞ്ഞ ജയതിലകനെ കുറിച്ചാണ്. അത് മനസ്സിലായില്ലേ? ജയതിലക മറ്റു IAS ഉദ്യോഗസ്ഥനാണ്. അല്ല, നമ്മൾ തമ്മിൽ ഈ കാര്യത്തിൽ വാദപ്രതിവാദമാണല്ലോ. ഞാൻ എന്റെ അഭിപ്രായം പറയാനുള്ള താങ്കളുടെ ചോദ്യത്തിന് അത് ദയവായി കേൾക്കൂ. അപ്പം പിന്നെ ജയതിലകൻ എന്ന് പറഞ്ഞാൽ വേറെ IAS-കാരനാണ്. ആ IAS-കാരനെതിരെയാണ്, പിന്നെ മറ്റ് IAS-കാർക്കെതിരെയാണ് പ്രശാന്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ. അല്ലാതെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതോ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുമായിട്ടോ രാഷ്ട്രീയ മുന്നണിയുമായിട്ടോ ഒന്നുമല്ല പ്രശാന്തിന്റെ അഭിപ്രായ വ്യത്യാസം. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുമില്ല, ഇന്നും പറഞ്ഞിട്ടില്ല പ്രശാന്ത്. പിന്നെന്തിനാണ് അതിനെ ഇതുമായിട്ട് കൂട്ടിക്കെട്ടുന്നത്? അതല്ലല്ലോ വിഷയം. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കൂട്ടിക്കെട്ടാം, അതിനൊക്കെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അതിനോട് കടുത്ത വിയോജിപ്പാണുള്ളത്. കാരണം പ്രശാന്ത് ഉന്നയിച്ചിട്ടുള്ളത് ഭരണ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചയാവേണ്ട എന്തെങ്കിലും പ്രശ്നങ്ങളല്ല. അതിൻ്റെ അകത്ത് അവരുടെ IAS-കാരൻ എന്നുള്ള നിലയിൽ പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമുള്ള നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പ്രശ്നങ്ങളോട് ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണ് റെസ്പോൺസ് ഉണ്ടാവുന്നത്. പൊളിറ്റിക്കൽ പിന്നെ ആ തലത്തിലല്ല അതുണ്ടാവുന്നത്. അത് മറ്റൊരു വിഷയവുമാണ്. അതവിടെ നിൽക്കട്ടെ. പിന്നെ അതിനെ സംബന്ധിച്ച് വേറെ പറയേണ്ടി വന്നാൽ ഞാൻ പറഞ്ഞോളാം. ഈ വിഷയമാണല്ലോ നമ്മളുടെ ചർച്ചാ വിഷയം, ഫോക്കസ് ഇതാണല്ലോ, ദിവ്യ എസ് അയ്യർ. അപ്പോൾ ദിവ്യ എസ് അയ്യർ എന്നുള്ള വ്യക്തി അവരുടെ അഭിപ്രായം പറഞ്ഞു എന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് തെറ്റോ ശരിയോ എന്നുള്ള ആ ഒരു മാനദണ്ഡങ്ങളിലേക്കല്ല ഞാനത് വിലയിരുത്തുന്നത്. അവർക്ക് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ പറഞ്ഞ വാക്കുകളിൽ അത് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് പോകുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയോടുള്ള പ്രൈസാണ്, അദ്ദേഹത്തെ പുകഴ്ത്തലാണ് എന്ന് എനിക്കത് വായിച്ചിട്ട് മനസ്സിലായിട്ടേ ഇല്ല. പിന്നെ ഇതെങ്ങനെ മനസ്സിലാക്കാൻ ആൾക്കാർക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കാം. അതിപ്പോ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. ഞാൻ അങ്ങനെയല്ല മനസ്സിലാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ശരി, ശ്രീ ഹരിദാസ, ഇവിടെ ദിവ്യ എസ് അയ്യർ എന്ന സർക്കാരിൻ്റെ ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥയെ കേവലം G. കാർത്തികേയൻ്റെ മരുമകളും ശബരിനാഥിൻ്റെ, കോൺഗ്രസ് നേതാവ് ശബരിനാഥിൻ്റെ ഭാര്യയുമായി മാത്രം കാണുന്നതിൽ വെച്ചുയരുന്ന വിമർശനം മാത്രമാണോ ഇത്? അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അഭിപ്രായം പറയാൻ, നേരത്തെ ശ്രീ ജയചന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന, പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്തെ KK രാഗേഷ് മൊത്തമുള്ള അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം അവരെ സംരക്ഷിച്ചതെങ്ങനെ, അല്ലെങ്കിൽ സർക്കാരിനെ സംരക്ഷിച്ചതെങ്ങനെ എന്ന കാര്യം തുറന്നു പറയുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ ഇപ്പോഴത്തെ പുതിയ പൊളിറ്റിക്കൽ പോസ്റ്റിങ്ങുമായി അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടൊരു പ്രശംസയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അങ്ങനെ ഇത്തരത്തിലൊരു കേവലം ഒതുക്കുന്നതിലുള്ള പ്രശ്നം മാത്രമാണോ ഇത്? ഇതിലെ സർവീസ് ചട്ടലംഘനങ്ങൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇവരിത് പറയണമെന്നുള്ളൊരു കീഴ്വഴക്കം ഇവിടെ നിലനിൽക്കുന്നുമില്ല. ഇവരിത് പറഞ്ഞില്ലെങ്കിൽ നാളെ നേരം വെളുക്കില്ല എന്നുള്ളൊരു അവസ്ഥയും ഇവിടെ ഇല്ല. ഇവർക്ക് മുൻപ് കേരളത്തിലൂടെ കടന്നുപോയിട്ടുള്ള ഒരുപാട് IAS ഉദ്യോഗസ്ഥന്മാര് CPM ഭരിക്കുമ്പോഴൊക്കെ ഈ മാറ്റം, അതായത് കുറെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരാൾ കുറെ കാലം ഇരിക്കും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആക്കും, അത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങൾ CPM-ന്റെ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു IAS ഓഫീസർ, അതും അവർക്ക് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ഒരു വിഴിഞ്ഞം പോർട്ടിന്റെ ചെയർമാനായിരിക്കുന്ന അവർക്ക് ഇപ്പൊ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളത് ചോദിക്കുമ്പോൾ അവർ കേവലം ഒരു IAS-കാരിയല്ല. അവർ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയാണ്. അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവിനും മന്ത്രിയുമായിരുന്ന കാർത്തികേയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മരുമകളാണ്. മാത്രവുമല്ല ഇവരെല്ലാം കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നുള്ളത് കൂടി അവർ ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് ആലോചിക്കണമായിരുന്നു. ഇവർക്ക് ഇത് തീർച്ചയായിട്ടും KK രാഗേഷിന് ഒരു കവറിൽ നന്നായി ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ട് കവറിലിട്ടിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ തൊട്ടടുത്ത് നിന്നിട്ട് നമ്മുടെ പറഞ്ഞില്ലേ MP ആയിട്ട് പോയ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത് മാതിരി അവർക്ക് പറയാം. പക്ഷെ അവർക്കത് ആരോടൊക്കെയോ ഉള്ള ഒരു വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടെന്ന പോലെ അത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ
ഇവിടുത്തെ ചോദ്യം പ്രസക്തമാക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രി ഇന്ന് വളരെ ലാഘവത്തോട് കൂടിയിട്ട് ഈ പ്രശ്നത്തെ നമ്മൾ പറയില്ല അങ്ങേയറ്റം ലഘൂകരിച്ച് പറഞ്ഞത്, ഇതിപ്പോ ഒരു BJP-കാരനെയോ BJP-കാരിയെയോ ദിവ്യ എസ് അയ്യർ ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്വഭാവവും ഇന്നത്തെ CPM-ന്റെ സൈബർ അണികളുടെ സ്വഭാവവും ഇതുപോലെ ആകുമാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. അതുപോലെ തന്നെ ഒരു കോൺഗ്രസ് നേതാവിനെ കുറിച്ചിട്ടാണ് ഇത്തരത്തിൽ പറഞ്ഞതെങ്കിലും അവരുടെ പ്രതികരണം ഇത്തരത്തിലാവില്ല. അപ്പോ നമ്മുടെ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി പിണറായി വിജയനെ സ്തുതിച്ചു പാടുകയും പിണറായി വിജയന്റെ കാഴ്ചപ്പാടിന് സ്തുതി പറയുകയും ചെയ്തത് ഇന്നൊരാഘോഷമാക്കി മാറ്റിയിട്ട് ഇത്തരം ചാനൽ ചർച്ചകളിലും അതുപോലെ അവസരം കിട്ടുന്ന പ്രസംഗവേദികളിലൊക്കെ കേരളത്തിന്റെ ഉന്നമനത്തെ കുറിച്ച് ശശി തരൂർ പറഞ്ഞത് കേൾക്കൂ എന്ന് പറയുന്ന CPM-നെ വെറുതെ ചവയ്ക്കുന്ന അമ്മൂമ്മ അവില് കിട്ടിയാൽ വിടുമോ എന്നുള്ള ഒരു പഴഞ്ചൊല്ലിനെ ആസ്പദപ്പെടുത്തുമാറ് ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ ഇങ്ങനെ പറയാതിരിക്കാമായിരുന്നു. ഇനി PP ദിവ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ അനവസരത്തിൽ തന്നെ ക്ഷണിക്കാത്ത ഒരു സദസ്സിൽ പോയിട്ട് ഒരു പ്രസംഗം നടത്തിയതിന്റെ പേരിൽ ഒരു ADM ആത്മഹത്യ ചെയ്ത സ്ഥലമാണ് കേരളം, സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൂടി ഇതിൽ നമ്മൾ ഓർക്കണം. അപ്പൊ അനവസരത്തിലുള്ള ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തികളുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും മറ്റു പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ തന്നെ ശബരിനാഥ് പറഞ്ഞിട്ടുണ്ട്, അവർ പറഞ്ഞത് ശരിയായില്ല, അവരങ്ങനെ പറയാൻ പാടില്ല എന്ന്. മാത്രവുമല്ല, ഇന്ന് വൈകുന്നേരം ഈ ദിവ്യ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുന്നു. നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇത്രയൊക്കെ ദ്രോഹം കേരളത്തിന് ചെയ്ത, കള്ളക്കടത്തിന് കൂട്ടുനിന്ന, നമ്മൾ പറയില്ലേ നമ്മുടെ വിദേശ രാജ്യങ്ങളുടെ എംബസികളുമായി കൂട്ടുചേർന്ന് കള്ളക്കടത്തിന് കൂട്ടുനിന്ന് കേരളത്തിന്റെ പേരും പ്രശസ്തിയും നശിപ്പിച്ച ശിവശങ്കരനെ ഈയിടെ പ്രശംസിച്ചത് എവിടെ വെച്ചിട്ടാണ്? DYFIയുടെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം പ്രശംസിച്ചത്. ശിവശങ്കരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ആ പ്രശംസിച്ചിട്ടുള്ള പത്രവാർത്തയുടെ കട്ടിംഗ് ഒക്കെയാണ് ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രശംസിച്ചിട്ട് യുവാക്കൾക്ക് പ്രചോദനം നൽകിയ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നിരിക്കെ ഇത്തരത്തിലൊരു പ്രശംസ KK രാഗേഷിന് കൊടുക്കാനും അദ്ദേഹത്തിന് അത് വാങ്ങാനും യാതൊരു വിധത്തിലും അർഹതയില്ല. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിൻവാതിൽ നിയമനത്തിലൂടെ തന്റെ ഭാര്യയ്ക്ക് കേരളത്തിൽ ജോലി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു യുവ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് കാലിബറിൽ വെച്ച് അളന്നുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു അനുമോദനവും കർണനെ ഉപമിക്കുമാർ ഈ KK രാഗേഷിലേക്ക് എത്തിച്ചേരാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തൊക്കെയോ ദുരുദ്ദേശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ B. റജി, ഏറ്റവും കൂടുതൽ ഇപ്പോൾ പുറത്തു വന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനം, മുരളീധരൻ വിമർശിച്ചു, ശബരിനാഥ് ചില പാളീച്ചകൾ സംഭവിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം കാര്യമായി പാർട്ടിയുടെ ഒരു വിമർശനം ഇവർക്കെതിരെ ഉണ്ടായില്ല. 1-2 നേതാക്കൾ മാത്രമാണ് നോ കമൻസ് എന്നാണ് VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇപ്പോൾ DYFIയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് ശബരിനാഥിനെ ഒതുക്കാൻ രാഹുൽ മാങ്കൂട്ടം ടീം നടത്തുന്ന കളിയുടെ ഭാഗമാണ് ഇത് എന്നൊക്കെയാണ്. അങ്ങനെ രാഷ്ട്രീയ നിറം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വല്ലാതെ പകരുന്നുണ്ട്. ഇതില് യഥാർത്ഥത്തിലുള്ള വസ്തുത, ഞാൻ എന്റെ 30 വർഷത്തെ സെക്രട്ടേറിയറ്റ് സർവീസിനിടയിൽ ഇത്തരത്തിൽ സ്തുതി പാഠകരായിട്ടുള്ള കുറെ IAS ഉദ്യോഗസ്ഥരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഒരു സ്തുതി പാഠകം തന്നെയാണ്. അതായത് സ്തുതി പാഠനത്തിൽ അതിൽ ആനന്ദിച്ച് ആർമാദിക്കുന്ന ഭരണകൂടത്തിനൊപ്പം നിന്നുകൊണ്ട് എന്തെങ്കിലും തനിക്ക് വന്നു ചേരാൻ കഴിയുമെങ്കിൽ അതിന് ഉള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക. കുറച്ചു നാളിന് മുമ്പ് നമ്മൾ കണ്ടില്ലേ, ഒരു പൂവത്തൂർ ചിത്രസേനൻ മുഖ്യമന്ത്രിയെ വാഴ്ത്തിക്കൊണ്ട് പാട്ടുപാടിയത് കണ്ടില്ലേ? ഇവിടെ ഈ IAS ഓഫീസർ, ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർ സത്യപ്രതിജ്ഞ ചെയ്തു വന്നിരിക്കുന്നത് രാഷ്ട്രീയ പരിഗണന കൂടാതെ നിഷ്പക്ഷമായി തന്റെ കർത്തവ്യം നിർവഹിക്കും എന്ന് പൊതുജന സമക്ഷം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അവര് അധികാര സ്ഥാനത്തേക്ക് എത്തപ്പെട്ടത്. ഇനിയും എത്രയോ വർഷം നിരവധി അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുവാൻ യോഗ്യതയുള്ളവരുമാണ് അവര്. അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലെ നമ്മൾ പരിശോധിക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചില വിലക്കുകളുണ്ട്. സാധാരണ ജനത്തെ പോലെ, സാധാരണ ഒരു പൗരനെ പോലെ അവർക്ക് പ്രവർത്തിക്കുവാൻ അവരുടെ സർവീസ് ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. നോക്കൂ, കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഏതാണ്ട് 100-ലധികം സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരെ ഇട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്യുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഇവിടെ KK രാഗേഷ് ഔദ്യോഗികമായ ഒരു പദവിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പരസ്യമായി അദ്ദേഹത്തിനെ അനുമോദിക്കുന്നതിൽ ഒരു തെറ്റ് നമുക്ക് കണ്ടെത്തുവാൻ കഴിയില്ല. പക്ഷെ ഇവിടെ
കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള ഒരു നേതാവായ ജി കാർത്തികേയന്റെ മരുമകളും കോൺഗ്രസിന്റെ നേതാവായ ശ്രീ ശബരിനാഥന്റെ പത്നിയുമായ ദിവ്യ അയ്യർ കോൺഗ്രസ് ശക്തിയുക്തം എതിർക്കുന്ന മുഖ്യമന്ത്രിയോടൊപ്പം പ്രവർത്തിക്കുന്ന രാകേഷിന് അനുകൂലമായി വാഴ്ത്തുപാട്ടും സ്തുതിപാഠകത്വവും നടത്തുമ്പോഴാണ് കോൺഗ്രസ് വിശ്വാസികൾക്കും പൊതുജനങ്ങൾക്കും അമർഷം തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അമർഷം ഉണ്ടാകാനുള്ള സാഹചര്യം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ മുഖ്യമന്ത്രി നോക്കൂ, ആ സെക്രട്ടേറിയറ്റ് നടയിൽ ആശാപ്രവർത്തകർ 63 ദിവസമായി സമരം ചെയ്യുകയാണ്. ആ സമരം ഒത്തുതീർപ്പാക്കാൻ എന്തുകൊണ്ട് ഈ പ്രൈവറ്റ് സെക്രട്ടറി ശ്രമിച്ചില്ല? അതുപോലെ മണ്ണ് തിന്ന കുറെ CPO ഉദ്യോഗസ്ഥന്മാർ 1 വർഷത്തിന് മുമ്പ് അവിടെ സമരം ചെയ്തു. അവരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ എന്തുകൊണ്ട് ഈ പ്രൈവറ്റ് സെക്രട്ടറി ശ്രമിച്ചില്ല? ഇവിടെ അതുപോലെ ആശാപ്രവർത്തകരുടെ മാത്രമല്ല, ഈ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ അദ്ദേഹത്തിന്റെ പത്നിയെ സർവീസ് ചട്ടം ലംഘിച്ചുകൊണ്ട് ജോലിയിൽ പ്രവേശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചതിനെതിരെയുള്ള ആരോപണം അദ്ദേഹത്തിനെതിരെ ഇല്ലേ? അത് മാത്രമല്ല, ഏറ്റവും റീസെന്റ് ആയിട്ട് പോലീസ് സർവീസിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ഒരു ആരോപണം ഈ മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെയുമുണ്ട്. മാത്രമല്ല, കോൺഗ്രസുകാർ എപ്പോഴും ആരോപിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഉപജാപക സംഘം എന്ന് പറയപ്പെടുന്നതിന്റെ ഒരു പങ്കാളി കൂടിയല്ലേ അദ്ദേഹം? അപ്പൊ ആ മനുഷ്യനെ വാഴ്ത്തിപ്പാട്ടുകൊണ്ട് തനിക്ക് എന്തെങ്കിലും ലഭ്യമാക്കാൻ കഴിയുമെങ്കിൽ ലഭ്യമാകട്ടെ എന്നുള്ള ചിന്തയോടുകൂടി കേരളത്തിലെ 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ മനോവികാരത്തെ വിഷമിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു പരസ്യമായ പോസ്റ്റ് ഇടുമ്പോൾ അതിനെതിരെ സ്വാഭാവികമായി വിമർശനം ഉണ്ടാകും. ഇവിടെ നേരത്തെ നമ്മുടെ പാനലിസ്റ്റ് സംസാരിച്ചതുപോലെ ആ ദിവ്യ അയ്യർക്ക് ആത്മാർത്ഥമായി ശ്രീ KK രാഗേഷിനെ അഭിനന്ദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കത്ത് പേഴ്സണലായിട്ട് അദ്ദേഹത്തിന്റെ നന്മയും അല്ലെങ്കിൽ അവിടെയാണ് ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇത്തരം അഭിനന്ദനത്തെ സംശയാസ്പദമായി കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കൾ കാണുന്നത് എന്നുള്ളതാണ്. തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ഷാജഹാൻ, ഇവിടെ നമുക്കറിയാം ഈ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ KM എബ്രഹാമുമായി ബന്ധപ്പെടുന്ന മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തെ പൂർണ്ണമായും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. MR അജിത് കുമാറിനെതിരെ അദ്ദേഹം പറഞ്ഞത് DGPയുടെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല. ഈ പറഞ്ഞത് നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട് എന്തുവേണ്ടി ആക്ഷേപങ്ങൾ സംഭവിച്ചതാണ്. ഇത്തരം അനവധി ഉദ്യോഗസ്ഥർ പാർട്ടിയോടും സർക്കാരിനോടും ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പലവിധ പ്രയോജനങ്ങളുണ്ട്. അടുത്ത പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ആളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ കൂടിയാണ് ശ്രീ അജിത് കുമാർ എന്നുകൂടി ഓർക്കണം. അപ്പോൾ സ്വാഭാവികമായും അത്തരം ആളുകൾക്ക് കൂടുതൽ സർക്കാരിനെ പുകഴ്ത്താനും അവരുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പരസ്യമായി പറയാനും ഒക്കെ കുറച്ചുകൂടി ആർജവം കൂടും. രഞ്ജിത്ത്, നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ UDF ഭരണകാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു DCC പ്രസിഡൻ്റായിട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു IAS ഉദ്യോഗസ്ഥ ഇത് കർണൻ്റെ കവചകുണ്ടലത്തെക്കാൾ വലിയ സംരക്ഷണമാണ് നൽകിയത് എന്ന് പറഞ്ഞ ആ DCC പ്രസിഡന്റിന് അനുകൂലമായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കൊല വിളിക്കില്ലായിരുന്നു. സ്ത്രീക്ക് പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും. അവർ കേരളം വിട്ട് ഓടിപ്പോണ്ടിരുന്നതാണ്, അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ ഇത് രണ്ട് നിയമം. ഇനി ഇടതുപക്ഷ പ്രതി അവിടെ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെ തൊഴാനാണ് എനിക്ക് തോന്നിയത്. പിന്നെ പ്രശാന്ത് എന്ന് പറഞ്ഞ ആളുടെ കാര്യവും ഇവരുടെ കാര്യവും തമ്മിൽ എന്ത് കമ്പയർ ചെയ്യുന്ന അദ്ദേഹം ചോദിക്കും. എന്തൊരു അസംബന്ധമായതെന്ന് ഞാൻ ചോദിക്കുന്നു. പ്രശാന്ത് ജയതിലകനെതിരായിട്ട് പറഞ്ഞു എന്നുള്ളത് ശരി, അയാൾ ഒരു AS ഉദ്യോഗസ്ഥനാണെന്നുള്ളത് ശരി. പക്ഷേ അയാൾ ഭരണകൂടത്തിൻ്റെ ഭാഗമല്ലേ? അടുത്ത ചീഫ് സെക്രട്ടറി ആകാൻ പോകുന്ന ആളല്ലേ? ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന, ഭരണകൂടത്തിന് അനുകൂലമായി എല്ലാം ചെയ്തു കൊടുക്കുന്ന ജയതിലകനെതിരെ പറഞ്ഞതല്ലേ പ്രശ്നമായത്? അതുപോലെ തന്നെ B അശോക് എന്ന് പറഞ്ഞിട്ടൊരു IAS ഉദ്യോഗസ്ഥനുണ്ടല്ലോ. ആ IAS ഉദ്യോഗസ്ഥനെയും ഇപ്പം മൂലയ്ക്ക് ഇരുത്തിയിരിക്കുകയല്ലേ? അയാൾ ട്രിബ്യൂണലിലും കണ്ടുപോയി ഒരു വിധി മേടിച്ച് വന്നുകൊണ്ടല്ലേ അയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നത്? അപ്പം സർക്കാരിനെതിരെ പറഞ്ഞിട്ടുള്ള ആര് പറഞ്ഞാലും അവനെ കൈകാര്യം ചെയ്ത് മൂലയ്ക്കിരുത്തും. ഇപ്പോൾ KM എബ്രഹാം എന്ന് പറഞ്ഞ ആൾ പെരും കള്ളൻ. അയാൾ കോടതിയുടെ മുമ്പിൽ കൊടുത്ത ന്യായങ്ങൾ മുഴുവൻ കോടതി ചവറ്റുകുട്ടയിലേക്ക് എടുത്ത് കളഞ്ഞു. ആ CBI കേസിലെ പ്രതി വന്നുകൊണ്ട് അയാൾ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. അയാളെ പിന്നെ തോളത്തെടുത്ത് വെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. അതുപോലെ തന്നെ MR അജിത് കുമാറിനെതിരെ വ്യാജമൊഴി നൽകിയെന്നും പറഞ്ഞിട്ട് കേസെടുക്കണമെന്ന് പറഞ്ഞു DGP. സിവിലായും ക്രിമിനലായും നീങ്ങാമെന്ന് പറഞ്ഞു. അവിടെ ഇയാൾ മിണ്ടുന്നില്ല. അപ്പം സർക്കാരിനെതിരായിട്ട് നിൽക്കുന്നവരെ പാഠം പഠിപ്പിക്കുന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത് എന്ന് ചോദിച്ചാൽ ഈ ഇടതുപക്ഷ പ്രതിനിധിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. ഇനി രണ്ടാമത് ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞ കാര്യം എന്താ?
രണ്ടാം ഇടതുപക്ഷ പ്രതി പറഞ്ഞത് അത് പുകഴ്ത്തലാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നില്ലെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യും നമ്മളിങ്ങനെ ഓരോരുത്തർ പറഞ്ഞാൽ അത് പുകഴ്ത്തലല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ അവസരത്തിൽ ഈ കെ രാധാകൃഷ്ണൻ പിന്നെ അന്ന് ആശ്ലേഷിച്ച സമയത്ത് ഈ വനിത ഒരിതുണ്ട്, കനിവാർന്ന വിരലാൽ വാർത്തെടുത്തൊരു കുടുംബം, രാധേട്ട, രാധാകൃഷ്ണ, വലിയച്ഛ, സർ എന്നിങ്ങനെ പല വാത്സല്യ വിളികൾ കൊണ്ട് ഇന്ന് മുഖരിതമായിരുന്ന മന്ത്രിവസതിയിൽ യാത്രക്കെത്തിയ കുടുംബാംഗങ്ങൾക്കൊപ്പം എവിടെ നിന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മിനിമം ഒരു ഡെക്കോറും ഒരു ഡീസൻസിയൊക്കെ ഈ വനിതയ്ക്ക് വേണ്ടേ? അവരൊരു IAS കാര്യമല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിവിൽ സർവീസ് അല്ലേ IAS എന്ന് പറയുന്നത്. ആ IASിലിരിക്കുന്ന ഒരു സ്ത്രീ, ഞാൻ പറഞ്ഞപ്പോൾ പുകഴ്ത്താനോ വാഴ്ത്തുപാട്ടോ ഒക്കെ പാടാം, പക്ഷേ പുകഴ്ത്തുമ്പോഴും വാഴ്ത്തുപാട്ട് പാടുമ്പോഴും ഇത്രയും തരം താഴാവോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും തരം താഴ്. പിന്നെ ആരാണ് ഈ ദിവ്യ IAS? ഞാൻ ചോദിക്കട്ടെ, അവരെന്താ ഭയങ്കര അനിതര സാധാരണമായ വലിയ കഴിവുകളുള്ള സ്ത്രീയാണോ? ഒന്നുമല്ല. അവരൊരു ആവറേജോ ബിലോ ആവറേജോ ആയിട്ടുള്ള സ്ത്രീയാണ്. വേറെ പിന്നെ IASൽ എത്രയോ പിന്നെ ഇവരെക്കാൾ കഴിവ് കൂടുതലുള്ള സ്ത്രീകളുണ്ട്. അവരെങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധയിൽ വന്നത്? അവർ നമ്മുടെ ശ്രദ്ധയിൽ വന്നത് കേരളത്തിലെ ഏറ്റവും സാത്വികനായിട്ടുള്ള ഒരു നേതാവായിരുന്നു G. കാർത്തികേയൻ. അയാളുടെ മരുമകളായതുകൊണ്ടാണ്. അയാളുടെ മകൻ K. ശബരിനാഥ് എന്ന് പറഞ്ഞ MLA, അയാൾ MLA ആയിരുന്ന സമയത്ത് വിവാഹം കഴിച്ചതുകൊണ്ടാണ് ഈ ദിവ്യ IAS നായർ എന്ന് പറഞ്ഞ ഈ വലിയ മഹതി നമ്മുടെ ശ്രദ്ധയിൽ വന്നത്. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരിയാണ് അവർ ഒരു പിന്നെ ഫോട്ടോഗ്രാഫറെ കൊണ്ടാണ് അവരുടെ നടപ്പ്. അവരുടെ അംഗവിക്ഷേപങ്ങൾ എല്ലാം അപ്പം തന്നെ റീലാക്കിയിട്ട് ആഫീസിൽ വന്നിരുന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതിൽ അർമാദിക്കുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ സ്ത്രീ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയിൽ ഇരിക്കുകയാണ്. ഇതാണോ അവിടെ നിന്നുകൊണ്ടുള്ള അവരുടെ പണി? അപ്പോൾ ഇത് ഏറ്റവും തരം താഴ്ന്ന വാഴ്ത്തുപാട്ടാണ്. ഈ വാഴ്ത്തുപാട്ട് അവർ നടത്തുന്നത് 1 കോടി രൂപ വിലയുള്ള ഒരു പൊതുസ്ഥലം ഒരു പിന്നെ സ്വകാര്യ വ്യക്തിക്ക് എഴുതി കൊടുത്തതിൽ അവർക്കിട്ട് പണിയാനെന്ന് CPM തീരുമാനിച്ചിരുന്നു. കാരണം എന്താണ്? കോൺഗ്രസ് MLAയുടെ ഭാര്യയാണ് എന്ന് അവരെ ശരിയാക്കി കളയാമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ആ സ്ഥലം കൈമാറ്റം ചെയ്തപ്പം അതിനെതിരെ രംഗത്ത് വന്നത് V. ജോയി എന്ന് പറയുന്ന ഇപ്പോഴത്തെ CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MLAയുമാണ്. അയാളൊന്നും ഇപ്പം മിണ്ടുന്നില്ല. കാരണം എന്താണ്? അത് സെറ്റിൽ ചെയ്തു. എന്നിട്ട് അവർക്കിപ്പം അവരുടെ ഒരു മെൻറ്ററാണ് TP ശ്രീനിവാസൻ. അയാൾ BJPയുടെ ആൾ, അവരുടെ ഭർത്താവ് കോൺഗ്രസിൻ്റെ ആൾ, അവർ CPMൻ്റെ ആൾ. എത്ര ഗതികെട്ട ഒരവസ്ഥയാണിത്. IAS എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിവിൽ സർവീസിൻ്റെ തന്നെ മൊത്തം ക്രെഡിബിലിറ്റിയെ കളഞ്ഞു കുളിച്ച ഒരു സാധാരണക്കാരിയായ ഈ പബ്ലിസിറ്റി മോങ്കറിങ്, പബ്ലിസിറ്റി ഒരു മാനിയയായ, പബ്ലിസിറ്റി ഒരു മനോരോഗമാക്കി മാറ്റിയ ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് സ്ത്രീയാണ് ഈ സ്ത്രീ നടത്തുന്ന പുകഴ്ത്തൽ എത്ര അരോചകമാണെന്ന് ജനങ്ങൾക്കും കോൺഗ്രസ്സുകാർക്കും തോന്നിയിട്ടുണ്ട്. ശ്രീ ജയചന്ദ്രൻ, ആ മറുപടി, ശ്രീ KM ഷാജഹാനുള്ള മറുപടി, ഈ പറഞ്ഞതുപോലെ കമ്പാരിസൺ വേണ്ട എന്നുള്ള താങ്കളുടെ കാര്യം, ഒപ്പം വിമർശനമുണ്ടായിരുന്നു. സ്വാഭാവികമാണ്, സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ വിമർശിച്ചുകൊണ്ടാണ് പ്രശാന്ത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശാന്ത് പുറത്തു വന്ന് പറഞ്ഞ കാര്യം, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, അതാരായാലും എപ്പോഴായാലും ശരിയെന്ന് തോന്നുന്നതാണ് താൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. രഞ്ജിത്ത്, ഈ പിന്നെ നമ്മളൊരു ചർച്ചയിൽ വന്നിരുന്നിട്ട് സഹപാനലിസ്റ്റ് പറയുന്നതിനെല്ലാം മറുപടി പറഞ്ഞു പോകണമെങ്കിൽ ഞാനും ആ നിലവാരത്തിലേക്ക് മാറേണ്ടി വരും. പക്ഷെ എനിക്ക് അങ്ങനെ എന്റെ ശീലങ്ങളിൽ അതില്ലാത്തത് കൊണ്ട് എനിക്കറിയാവുന്ന മിതത്വം പാലിച്ചുകൊണ്ടേ പറയാൻ കഴിയൂ. ഞാൻ പറയുന്ന അസംബന്ധമാണെന്നാണ് അദ്ദേഹം ചർച്ചയിൽ നിന്ന് പറയുന്നത്, ശ്രീ KM ഷാജഹാൻ പറയുന്നത്. ഈ പിന്നെ എനിക്ക് അറിവ് കുറവുണ്ടെന്ന് വെച്ചോളൂ പല കാര്യങ്ങളിലും. നിങ്ങൾക്കെല്ലാവർക്കും, ബാക്കിയിരിക്കുന്ന 5 പേർക്കും അറിവ് കൂടുതലുമുണ്ട്. അത്രേ ഉള്ളൂ. അറിവ് കൂടുതലും കുറവുണ്ടാവാം, പക്ഷെ അറിവിൽ തെറ്റും ശരിയുമില്ല. എന്റെ അറിവിൽ തെറ്റ്, നിങ്ങളുടെ അറിവിൽ ശരി എന്നെവിടെയെങ്കിലും ഒരു സ്കെയിലുണ്ടോ? എനിക്കറിയില്ല. നിങ്ങളുടെ അറിവിൽ എന്നേക്കാൾ കൂടുതൽ വളരെയധികം അറിവുള്ളവരായിരിക്കും നിങ്ങൾ എല്ലാവരും. ഞാൻ ഏറ്റവും അറിവ് കുറഞ്ഞവനുമായിരിക്കും എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കാം. അതല്ലാതെ ഞാൻ പറയുന്ന മുഴുവൻ അസംബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന മുഴുവൻ തെറ്റാണ്. നിങ്ങൾക്കാണ് കൂടുതൽ അറിവുള്ളത്, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന മുഴുവൻ ശരിയാണ്. എനിക്കതിന് മനസ്സില്ല, സൗകര്യമില്ല അങ്ങനെ വകവെച്ചു തരാൻ. എന്നെ വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വാഴ്ത്തുപാട്ട് പാടാനല്ലല്ലോ, എന്റെ അഭിപ്രായം ചോദിച്ചിട്ടാണല്ലോ രഞ്ജിത്ത് എന്നെ വിളിച്ചത്, അല്ലേ? ഷാജഹാൻ പറയുന്നതിന് വാഴ്ത്തുപാട്ട് പാടാനല്ലല്ലോ, അതുകൊണ്ട് എനിക്കതിന് സൗകര്യമില്ല അങ്ങനെ വാഴ്ത്തുപാട്ട് പാടാൻ. അത്രേ ഉള്ളൂ അതിന് മറുപടി. ഇനി പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് വന്നാൽ, ഈ പിന്നെ ദിവ്യ IAS ഇത്ര വലിയ പാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ
അവർക്കെതിരെ നിയമപരമായി പോകാൻ കഴിയുന്ന, രാഷ്ട്രീയമായി പോകാൻ അതിനുള്ള ബലവും ത്രാണിയും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പോകാൻ കഴിയുന്ന മറ്റു പല മാർഗങ്ങളും ഉണ്ടെന്നേ രാജ്യത്ത് ഉണ്ടല്ലോ. ആ മാർഗമൊക്കെ സ്വീകരിക്കണം. അതല്ലാതെ പിന്നെ ടി പി ശ്രീനിവാസൻ ഒരു വശത്ത് കൂടെ നിൽക്കുന്നു, അദ്ദേഹം BJP ആണ്. ഇപ്പുറത്ത് ഇയാളുണ്ട്, ശബരിനാഥനുണ്ട്, അയാൾ കോൺഗ്രസ് ആണ്. ഇപ്പുറത്ത് ഇവര് CPM-നെ പ്രീണിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നൊക്കെയുള്ള കാര്യം. ഈ പ്രശ്നം ഇതാണ്. ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. വേറൊരു പാനലിസ്റ്റ് പറയുന്നേണ്ട, പൂവത്തൂർ ചിത്രസേനനും താരതമ്യപ്പെടുത്തുന്ന ആരുമായിട്ടാണ്? ദിവ്യ സയ്യരുമായിട്ട്. എത്ര മനോഹരമായ താരതമ്യമാണ്. പൂവത്തൂർ ചിത്രസേനൻ എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്, ഇപ്പൊ ചെയ്യുന്ന എന്ത് ജോലിയാണ് എന്നറിയാത്ത ആളല്ല ഈ പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പൂവത്തൂർ ചിത്രസേനൻ എന്ത് ജോലി അവിടെ ചെയ്തു, ഇപ്പൊ ചെയ്യുന്ന ജോലി എന്താണ്, ദിവ്യേശ്വർ ചെയ്യുന്ന ജോലി എന്താണ് എന്നറിയാൻ വയ്യാത്ത ആളൊന്നുമല്ല ഈ പറയുന്നത്. അപ്പോ അതിന് ഈ പറയുന്ന രാഷ്ട്രീയം പറയുന്നതിനൊന്നും ഒരു പ്രശ്നവും വേണ്ട, അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിവ് കൂടുതലുണ്ടാവാം, നിങ്ങൾ കൂടുതൽ അറിവുള്ളതായിട്ട് ഇരുന്നോളൂന്നേ. ഞാൻ കുറഞ്ഞ അറിവുള്ളതായിട്ട് ഇരുന്നോളാം. അതിന് പകരം ഞാൻ പറയുന്നത് മുഴുവൻ, എന്റെ അറിവുകൾ മുഴുവൻ തെറ്റ്, നിങ്ങളുടെ അറിവുകൾ മുഴുവൻ ശരി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങളുടെ മനോനില തന്നെ മറ്റൊന്നാണ് എന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്നത്. അത് കേൾക്കുന്നവരുടെ കുറ്റമാണെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കുക, അത്രേ ഉള്ളൂ. പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അത് നല്ല കാര്യം, നിങ്ങൾക്ക് നല്ല കാര്യം എന്നേ പറയാനുള്ളൂ. പിന്നെ ഇവിടെ ഇദ്ദേഹത്തിന്റെ നമ്മുടെ കെഎം എബ്രഹാമിന്റെ കാര്യവും അജിത് കുമാറിന്റെ കാര്യവും ഒക്കെ പറയുന്നത് കേട്ടു. എന്റെ ഒരു ചെറിയ വിവരമാണ്. ഈ പറയുന്ന പോലെ അറിവ് കുറഞ്ഞ ആളാണ് ഞാൻ. ആ അറിവ് കുറഞ്ഞ അറിവെന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. അറിവ് കുറഞ്ഞ ആളാണ് എന്ന് പറഞ്ഞങ്ങ് അർമാദിക്കാതെ അത് ഇച്ചിരി കടന്നു പോകുന്നു. ഒരേ നിലവാരത്തിൽ ആങ്കർ ആരാണ്? എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ആങ്കർ മുകളിൽ നിൽക്കുന്ന ആളൊന്നുമല്ല. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാം. പറയട്ടെ സാർ. അല്ല, ആങ്കർ വിളിക്കാതെ എനിക്കും നിങ്ങൾക്കും ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കാൻ അധികാരമില്ലല്ലോ. ആങ്കർ വിളിച്ചുകൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. സാർ പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ ഈ കുറഞ്ഞ അറിവ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. രഞ്ജിത്തെ, ഈ 6 പേരിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളാണ് അടുത്ത DGP ആകാൻ എന്ന് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കേട്ടോ, അജിത് കുമാറിനെ കുറിച്ച്. ആറാമത്തെ ആളായിട്ടാണ് അജിത് കുമാർ നിൽക്കുന്നതാണ് എന്റെ അറിവ്. ഇപ്പോ പിന്നെ UPSC-യുടെ ഫൈനൽ ലിസ്റ്റിൽ വരുന്നത് 3 പേർക്കേ വരാൻ കഴിയൂ. അതെന്തായാലും അജിത് കുമാർ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളായതുകൊണ്ട് പറഞ്ഞതാണ്. ആ 3 പേര് അവസാനം വരൂ. അത് ആദ്യത്തെ 3 പേര് തന്നെയാണ് കൂടുതൽ സാധ്യതയുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയതും. പിന്നെ മറ്റേത് ഈ കെഎം എബ്രഹാമിന്റേത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തന്നെയാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അതാണല്ലോ പിന്നെ ജോമോൻ പുത്തമ്പരക്കൽ കേസുമായിട്ട് പോകുന്നതും പിന്നീട് ഈ നിലയിൽ എത്തിയിരിക്കുന്നതും. അത് ഡിഫെൻഡ് ചെയ്യാനുള്ള താല്പര്യം തനിക്കുണ്ടെന്നും പിന്നെ അതിന് മുഖ്യമന്ത്രി അനുമതി കൊടുത്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ഇന്ന് പറയുകയും ചെയ്തല്ലോ. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് നിലപാടൊന്നുമില്ല. കാര്യത്തിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ എൻഡോസ് ചെയ്യുന്ന ആളാണ്. പിന്നെ എന്നെ നിങ്ങളിവിടെ ടാഗ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ എന്താണോ അക്കാര്യത്തിൽ അതാണ് ശരിയായ ഒരു വഴി കെഎം എബ്രഹാം തേടേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നതും. അപ്പൊ പ്രശ്നം ഫോക്കസ് വീണ്ടും ദിവ്യ സയ്യരാണെന്ന് ഞാൻ പറയുകയാണ്. ദിവ്യ സയ്യർ ചെയ്തതിൽ എന്തെങ്കിലും ഒരു പുകഴ്ത്തലോ സേവ പിടിക്കലോ ഉള്ളതായിട്ട് കാണുന്നില്ല. മറിച്ച് കഴിഞ്ഞ 3 വർഷക്കാലം സഹപ്രവർത്തകനായി നിന്ന് ജോലി ചെയ്ത ഒരാള് ആ ജോലി വിട്ട് പോകുന്നതിന്റെ ഭാഗമായി മറ്റൊരു ജോലിയിലേക്ക് പോകുന്നു എന്ന് പോലും അവർ പറഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റൊരു ചുമതലയിലേക്ക് പോകുന്നു എന്ന് പോലും അവർ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 3 വർഷം ഒപ്പം പ്രവർത്തിച്ച ആള് എന്നുള്ള നിലയിൽ തന്നെയാണ് അവരാ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത്. അതൊരു ഉത്തമ വിശ്വാസത്തിൽ പറഞ്ഞതാണെന്ന് വൈകുന്നേരം വീണ്ടും ആവർത്തിച്ചിട്ടുമുണ്ട്. ശരി സാർ. ശ്രീ വിപിൽ, ഇവിടെ ഈ പറഞ്ഞ പോലെ ഇനി നിങ്ങൾക്ക് പല മാർഗങ്ങൾ തേടാം. ദിവ്യസായരെ ഇത്തരത്തിൽ അവരുടെ പരാമർശത്തിനെതിരെ നിരവധി മാർഗങ്ങൾ തേടാം. അത്തരത്തിലൊരു ചട്ടലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരമൊരു പോരാട്ടത്തിലേക്കാണോ യൂത്ത് കോൺഗ്രസ്? ഞാൻ അത് പറയാം. അതിനു മുമ്പ് നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യത്തിൽ കൂടുതൽ മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞു അവരവരുടെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഇത്ര വലിയൊരു സൈബർ ബുള്ളിങ് ഇവർക്കെതിരെ നടത്തേണ്ട ആവശ്യമുണ്ടോ? യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ സൈബർ രംഗത്ത് ഇവരെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇടതുപക്ഷ മന്ത്രിസഭയിലുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ, പാനലിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ചോദിക്കുന്നത്, ഈ ദിവ്യ അയ്യർക്കെതിരെ ഇതിനു മുമ്പ് ഒരു സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നു, സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
ഇവരുടെ കുഞ്ഞുമായി ഒരു വേദിയിൽ പോയ സമയത്ത് അതിന് ഇവർക്കെതിരെ വളരെ മോശമായ രീതിയിൽ സൈബർ രംഗത്ത് ഈ പറഞ്ഞ സൈബർ സഖാക്കൾ വളരെ മോശമായ രീതിയിൽ ഇവർക്കെതിരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അന്നൊന്നും അവർക്ക് ഈ സ്ത്രീ എന്ന പരിഗണനയോ അല്ലെങ്കിൽ അമ്മ എന്ന പരിഗണനയോ കൊടുക്കണമെന്ന് പറയാൻ ഇവർക്കൊന്നും അന്ന് തോന്നിയിരുന്നില്ലേ? ഇന്നിപ്പോ വസ്തുതാപരമായിട്ട് അവർ നടത്തിയ ഒരു പെശക് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അവർക്കെതിരെയുള്ള വലിയൊരു സൈബർ അറ്റാക്ക് ആണ് എന്നൊക്കെ പറഞ്ഞ് പർവ്വതീകരിച്ച് കാണിക്കുന്നതിനോട് വലിയ രീതിയിലുള്ള ഒരു വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അവർ ചെയ്തതിൽ എന്താണ് തെറ്റ്, ആവർത്തിച്ച് ചോദിക്കുകയാണ് അവർ ചെയ്തതിൽ എന്താണ് തെറ്റ് എന്നുള്ളത്. അവര് ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1968 നിലവിൽ വന്നിരിക്കുന്ന ഇവരുടെ കോഡ് ഓഫ് കണ്ടന്റിൽ ഉൾപ്പെടുന്ന അഞ്ചാമത് ഖണ്ഡികയിൽ ഉൾപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഓൺ പബ്ലിക് സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുന്ന വരുന്നു. IAS ഉദ്യോഗസ്ഥർ റെസ്ട്രിക്ഷൻസ് ഓൺ പബ്ലിക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യയശാസ്ത്രത്തെയോ അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തെയോ പിന്തുണയ്ക്കാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ സോഷ്യൽ മീഡിയയിലൂടെ അവര് KK രാഗേഷിനെ പുകഴ്ത്തിക്കൊണ്ടൊരു പോസ്റ്റ് ഇടുമ്പോ ഒരു തരത്തിൽ നേരത്തെ പാനലിസ്റ്റ് പറഞ്ഞത് ഞാൻ വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. അവർ പുതിയ ജില്ലാ സെക്രട്ടറിയിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യവും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. ഞാൻ ചോദിക്കുന്നത് ആ പോസ്റ്റ് ഈ പാനലിസ്റ്റ് കൃത്യമായി കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം. ആ പോസ്റ്റിന്റെ അകത്ത് അവര് ബാക്ക്ഗ്രൗണ്ടായി കൊടുത്തിരിക്കുന്ന സോങ് സിനിമാ ഗാനം ഏതാണെന്ന് അദ്ദേഹം ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് വേണം അതിന് മറുപടി പറയാൻ. അദ്ദേഹം ആ പോസ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആണോ നോൺ പൊളിറ്റിക്കൽ ആണോ എന്നുള്ളത് മറുപടി പറയാം. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇവർക്ക് ആശംസ പല രീതിയിൽ അറിയിക്കാമായിരുന്നല്ലോ. ഇവരെന്തിനാണ് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് എഴുതിയിടേണ്ട ആവശ്യം എന്താണെന്ന് ഇവർ തന്നെ ഒന്ന് വ്യക്തമാക്കണം. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് എന്താണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടും ഇത്രയേറെ ഭയഭക്തി ബഹുമാനം തുടങ്ങിയത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ അഴിമതി ആരോപണം ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഉന്നയിച്ചതിന് ശേഷമല്ലേ ഇവർക്ക് ഈ ഗവൺമെന്റിനോട് ഇത്രയേറെ പ്രതിബദ്ധതയും ഇത്രയേറെ വാഴ്ത്തുപാട്ടുകൾ പാടാനും ഒക്കെ ഇവർ തുടങ്ങിയത്? അതിനു മുമ്പൊന്നും ഇവർക്ക് ഈ ഗവൺമെന്റിനോട് ഇത്രയേറെ സ്നേഹമൊന്നും അതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. ഭരണഘടനാപരമായി അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റേണ്ട ഒരു IAS ഉദ്യോഗസ്ഥ അവര് ഒരു ഗവൺമെന്റിന്റെ ആളുകൾ ഇനിയിപ്പോ പൊളിറ്റിക്കലി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഉൾപ്പെടെ തിരുത്താൻ അല്ലെങ്കിൽ അവർ പറയുന്ന തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണെങ്കിൽ സാർ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തുറന്നു പറയേണ്ട ഒരു ഉദ്യോഗസ്ഥ തികച്ചും പൊളിറ്റിക്കലായി നേരത്തെ ഇവിടെ പറഞ്ഞപ്പോ സൂചിപ്പിച്ചു. പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് ഔദ്യോഗികമായ ഒരു പോസ്റ്റ് ആണെങ്കിൽ പോലും അത് പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് ആണ്. ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിംഗിൽ നിന്ന ഒരാളെ കുറിച്ചാണ് അവർ പുകഴ്ത്തിക്കാട്ടുന്നത്. എങ്ങോട്ട് പോകുന്നത്? പൊളിറ്റിക്കൽ പോസ്റ്റിലേക്ക്, വീണ്ടും ഒരു പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പോസ്റ്റിലേക്ക് പോകുന്ന ആളെയാണ് ഇവര് ഈ തരത്തിൽ പുകഴ്ത്തി കാണിക്കുന്നത്. അപ്പോ ആ ഒരു കാര്യത്തിൽ അവർ ചെയ്തിരിക്കുന്നത് 100% അവരുടെ കോഡ് ഓഫ് കണ്ടന്റ് ലംഘനം തന്നെയാണ്. നിയമപരമായ പോരാട്ടത്തിൽ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. നിയമപരമായ പോരാട്ടത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുകയാണ്. ആളുകളിൽ ഇവര് ഏതൊക്കെ തരത്തിൽ ചട്ടലംഘനം നടത്തിയിട്ടുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ നിയമപരമായ പോരാട്ടങ്ങൾ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ സമീപിച്ച് നിയമപരമായ പോരാട്ടം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടത്താൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ്. ശ്രീ ഹരിദാസ്, അങ്ങനെ ഒരു ചട്ടലംഘനം അത് ഇതിൽ വ്യക്തമാകുന്നുണ്ടോ? നിയമപരമായ മാർഗങ്ങൾ ഉണ്ടോ? എന്താണ് ഇതിന്റെ ഒരു രീതി? എങ്ങനെയാണ്? ഞാനിന്ന് രണ്ട് മൂന്ന് അഭിഭാഷകരോട് ഈ ചർച്ചയ്ക്ക് വരും മുമ്പ് ഇതിൽ ചോദിച്ചപ്പോ ഇതിൽ സർവീസ് ചട്ടലംഘനത്തിന്റെ പേരിൽ ഇവരെ കോടതി കയറ്റാനൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ആ 3 പേര് മാത്രമാണ് നിയമം അറിയുന്നവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഒരു ആശംസ നേർന്നതായി കണ്ട് ഇനിയിപ്പോ കീഴ്ക്കോടതികളിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പറയില്ലേ കോടതി വരാന്തയിൽ പോലും ഈ കേസിന്റെ നിലനിൽപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് നിയമപരമായിട്ട് അവർ ചെയ്തിട്ടുള്ളതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ അല്ലാതെ അവർക്കിത് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. നമ്മൾ അതാണ് ആലോചിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവരിത് പറഞ്ഞിട്ടില്ലെങ്കിൽ KK രാഗേഷ് നാളെ ഇനി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സംസ്ഥാന സെക്രട്ടറി ആകാതിരിക്കുകയോ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ദിവ്യ SIR ഇത് ചെയ്തതിനെ നമുക്ക് ന്യായീകരിക്കാം. ഒരു IAS കാരി ഇപ്പൊ നമ്മുടെ പ്രശാന്ത് ബ്രോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കടിഞ്ഞാണിന്
ചോദിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇപ്പൊ പലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് ഈ പ്രശാന്ത് ബ്രോനെ ഈ ഭരണകക്ഷിയിൽപ്പെട്ട ഏതോ ഒരു നേതാവിന്റെ പിന്തുണയില്ലാതെ എങ്ങനെയാണ് അദ്ദേഹം ഈ ഉയർന്ന IAS ഉദ്യോഗസ്ഥരെ മുഴുവൻ ചടിവാരി തേച്ചുകൊണ്ടാണ് അദ്ദേഹം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല പ്രതിദിനം അദ്ദേഹത്തിന് ആരെയൊക്കെ ചടിവാരി തേക്കാമോ അതിന് അദ്ദേഹം എടുക്കുന്ന സമയവും അദ്ദേഹം എടുക്കുന്ന സന്ദർഭവും അങ്ങേയറ്റം കൃത്യതയോട് കൂടിയിട്ടാണ്. അപ്പൊ പൊൻകാക്കേണ്ട മരമാണെങ്കിലും പെരക്കി ചാഞ്ഞാൽ മുറിക്കുക എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതുപോലെ തന്നെ ഇയാളൊന്നും ഈ സർവീസിൽ വെച്ചിരുന്നുകൊണ്ട് ഒരുപാട് പേര് IAS എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അണിയറയില് പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ചിലർ പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്നു. ഇവർക്കൊക്കെ മാതൃകയാകേണ്ട ഒരു വ്യക്തിയാണ് ഈ പ്രശാന്ത് ആയാലും ഈ ദിവ്യ S അയ്യർ ആയാലും. അതെ, ഇവരിൽ നിന്ന് എന്ത് സന്ദേശമാണ് നാളെ ഈ വരുന്ന തലമുറയ്ക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള ചിന്തയോടുകൂടി വേണം ഇവരുടെ ഓരോ ദിവസത്തെ പ്രവർത്തനവും ഓരോ ദിവസം ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്റെയും രഞ്ജിത്തിന്റെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും നികുതി പണം ശമ്പളം വാങ്ങി പറ്റിയിട്ട് അവർ പറയില്ലേ, ശീതീകരിച്ച കാറിൽ നിന്ന് ശീതീകരിച്ച ബംഗ്ലാവിൽ പോകണു, അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാനുള്ള സർവന്റിന്റെ പൈസ വരെ നമ്മുടെ പൈസ ഉപയോഗിക്കുമ്പോൾ ഇവരിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകളായാലും പ്രവൃത്തികളായാലും അത് സന്ദേശമാവണം. ഇപ്പൊ ഇവിടെ ശ്രീരാം വെങ്കട്ടരാമനെ ആലപ്പുഴ ജില്ലാ കളക്ടറായിട്ട് നിയമിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം രഞ്ജിത്ത്, ശ്രീരാം വെങ്കട്ടരാമൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇപ്പൊ നിലനിൽക്കുന്നത് കേവലം അശ്രദ്ധമായ ഡ്രൈവിംഗിന്റെ ലൂടെ ഒരാൾ മരണപ്പെട്ടു എന്നുള്ള കേസാണ്. ആ സമയത്ത് കൃത്യമായ സമയത്ത് ശ്രീരാം വെങ്കട്ടരാമന്റെ രക്തം പരിശോധിക്കാനുള്ള ഒരു സംവിധാനം കേരളത്തിലെ പോലീസുകാർക്ക് ഉണ്ടാക്കാൻ സാധിക്കാതെ പോയത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തെ പിടിച്ചിട്ട് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലാ കളക്ടറാക്കി 4 ദിവസം നിങ്ങൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷവും അങ്ങേയറ്റം ശ്രമിച്ചിട്ടും ആ ശ്രമം വിജയിച്ചില്ല. അന്ന് പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? ഒരു വ്യക്തിയെ, ഒരു IASകാരനെ ജില്ലാ കളക്ടറാക്കുക എന്നുള്ളത് കടമയാണ്, കർത്തവ്യമാണ്, സർവീസ് ചട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഒറ്റ ഫോൺ കോൾ കോഴിക്കോട്ട് നിന്ന് വന്നപ്പോ, ഒരു മത നേതാവിന്റെ ഫോൺ കോൾ വന്നപ്പോ 24 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല. 6 മണിക്കൂറിൽ ആ സീറ്റിൽ നിന്നും ശ്രീരാം വെങ്കട്ടരാമനെ മാറ്റി. അപ്പൊ ഈ സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് ന്യായീകരിക്കുമ്പോ പ്രശാന്തിന്റെ കാര്യത്തിലായാലും ദിവ്യ S അയ്യരുടെ കാര്യത്തിലായാലും സർക്കാരിന് എടുക്കേണ്ട നടപടികൾ, ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടത് തെറ്റാണെന്ന് പറയേണ്ട മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ അതിനെ ന്യായീകരിച്ചത് അങ്ങേയറ്റ അപലപനീയമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി രജി, ഇപ്പൊ ഇത്രയും വിമർശനം ഉയരും, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ ആയതുകൊണ്ടും മരുമകളായതുകൊണ്ടുമാണ് എന്നാണ്. അതായത് അതുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർക്കും ഒക്കെ വലിയ വേദന ഉണ്ടാകുന്നത്. മറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അവർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ രാഷ്ട്രീയം അതാകണം എന്നുണ്ടോ എന്ന ചോദ്യം കൂടിയുണ്ട്. അവർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു വനിതയാണ്, അതിനെ പുരുഷ മേധാവിത്വം എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇങ്ങനെ ഈ വിമർശന വിധേയമാകേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് തരത്തിൽ കാണണോ? അതെന്തുകൊണ്ടാണ് ഇത്രയധികം വികാരം കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാകുന്നത്? ശ്രീ രഞ്ജിത്ത്, അതിന്റെ പ്രധാന കാരണം നോക്കൂ, നന്മയുടെ വെളിച്ചം കാണാൻ കഴിയുന്നവരാണ് കേരളത്തിലുള്ളത്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഈ വിവാദം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ദിവ്യ S അയ്യർ KK രാഗേഷിൽ കാണുന്ന നന്മ ഈ കേരളത്തിലെ മറ്റ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിവില്ലാത്ത കാര്യമാണ്. അപ്പൊ അറിവില്ലാത്ത KK രാഗേഷ് കർണനെ പോലെ കവച കുണ്ടലങ്ങൾ ധരിച്ച് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നു എന്ന് ഗുണഗണങ്ങളെ അറിവില്ലാത്ത ഒരു സമൂഹത്തിന്റെ മുൻപാകെയാണ് ഈ ദിവ്യ S അയ്യർ ഇദ്ദേഹത്തിന്റെ വാഴ്ത്തുപാട്ടുമായി രംഗത്ത് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്ന രാഗേഷിന് അത്തരത്തിലുള്ള നന്മകൾ ഉള്ളതായി നമ്മുടെ അറിവിൽപ്പെട്ടിട്ടില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഇതൊരു വാഴ്ത്തുപാട്ടായിട്ട് നമുക്ക് തോന്നുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർ സാധാരണഗതിയിൽ മന്ത്രിമാരെയോ മുഖ്യമന്ത്രിയുമായിട്ടോ നേരിട്ടാണ് സംവദിക്കുകയും അവർ നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ചകളിൽ ഏർപ്പെടുകയും ഉത്തരവുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ താരതമ്യേന ജൂനിയറായ ഈ IAS ഓഫീസർ ഈ പ്രൈവറ്റ് സെക്രട്ടറിയുമായിട്ടായിരിക്കും കൂടുതൽ ആശയവിനിമയം നൽകിക്കൊണ്ട് തന്റെ പ്രവർത്തന മേഖലയിൽ ഇടപെട്ടത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ വാഴ്ത്തുപാട്ടുകൾക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ അവർ പേഴ്സണലായിട്ട് മറ്റ് എത്രയോ IAS ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് അദ്ദേഹത്തിന്റെ നന്മകൾ പറയണമെങ്കിൽ പേഴ്സണലായിട്ടൊരു സന്ദേശം അയച്ചുകൂടെ? അപ്പൊ ഇതൊരു പബ്ലിസിറ്റി മാനിയാണ്. ഇതൊരു രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന്റെ അവരുടെ ആ ദിവ്യ S അയ്യരുടെ ഭർത്താവിനെ പോലും പ്രതിരോധത്തിലാകത്തക്ക തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുമായി വന്നുകൊണ്ട് ജനങ്ങളിൽ ഒരു ഈ KK രാഗേഷിന് ഒരു ദിവ്യത്വം കൽപ്പിക്കുന്ന ഒരു പോസ്റ്റുമായി വന്നത് അങ്ങേയറ്റം നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് ശ്രീ രഞ്ജിത്ത്.
ശരി, വളരെയധികം നന്ദി. പ്രധാനപ്പെട്ട അതിഥികൾ ശ്രീ വിജിൽ മോഹൻ, ശ്രീ കെ എം ഷാജഹാൻ, ഒപ്പം ശ്രീ എം കെ ഹരിദാസ്, ശ്രീ ബി റജി, ശ്രീ എം ജയചന്ദ്രൻ ഈ ചർച്ചയുടെ ഭാഗമായതിന്. ഏതായാലും ദിവ്യ എസ് അയ്യർക്കെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ട്, സംശയമില്ല കാര്യത്തിൽ. കോൺഗ്രസിൻ്റെ നേതാക്കളുടെ അടക്കമുള്ള പ്രതികരണങ്ങളും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. വലിയ തോതിൽ ഇന്ന് ചർച്ചയായ ഒരു വിഷയം കൂടിയാണിത്. ചർച്ച അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം.